വീക്കെൻഡിൽ വീണ്ടും നഗരത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടൻ നിസർഗധാമ. ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് 241 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. അത് കുശാൽ നഗറിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഐലൻഡ് പോലുള്ള സ്ഥലം. അതിൻ്റെ അകത്ത് ഒരു മാനുകളുടെ ഒരു പാർക്കുണ്ട്, പിന്നെ കാവേരി റിവറുണ്ട്. നമ്മൾക്ക് എല്ലാ ഫാമിലി കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുറേ ദൂരം നടക്കാൻ പറ്റുന്ന നല്ല മുളകൾക്കിടയിൽ കൂടെയുള്ള സ്ഥലങ്ങൾ, ഒരു തൂക്കുപാലം ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിൽ എല്ലാവരും വിളിക്കുന്ന സോമേട്ടൻ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപ്പ എന്ന് വിളിക്കുന്ന സോമേട്ടനും ഫുൾ ഫാമിലിയുടെ കൂട്ടത്തുണ്ടായിരുന്നു. ശരിക്കും എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയി അദ്ദേഹത്തിൻ്റെ ഇത് ഞങ്ങൾക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം തൂക്കുപാലത്തിൽ കയറിയപ്പോൾ ഒരു ഇത്തിരി പേടിയൊക്കെ തോന്നി. അങ്ങനെ തൂക്കുപാലം ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം കുറേ ഇങ്ങനെ ശില്പങ്ങൾ, ഈ കൂർഗ ലേഡീസ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ മുളങ്കോടത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൂത്ത മകനായിട്ടാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞു മകനെ കാണിക്കാൻ വേണ്ടി അവിടെ പോയത്. അപ്പോൾ അവിടെ പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്കൊരു നഷ്ടബോധമുണ്ട്. അവിടെ ഒരു ട്രീ ഹൗസ്, അതായത് ഏറുമാടം ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ അവിടെ ഒന്നും എനിക്കന്ന് കയറാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര മഴ വരികയും പിന്നെ ഭയങ്കര തിരക്കായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ച് വൈകുന്നേരം പോയപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറുമാടത്തിൽ എല്ലാവരും 1 by 1 ആയിട്ട് എല്ലാവരും കൂടെ ഏറുമാടത്തിൽ കയറി. ഏറുമാടം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം മുഖത്തോട് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇപ്പുറത്ത് കുറച്ച് ഒരു റോപ്പ് വേ പോലെ ഈ ഏറുമാടത്തിന് ഇപ്പുറത്ത് കുറേ പേര് ഈ അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നോക്കി ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങ് ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മാനുകൾക്ക് നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ദർഭപ്പുല്ല് പറിച്ചു. മാൻ സാധാരണ അതല്ലേ കഴിക്കുന്നതെന്നോർത്ത് അവിടെ ചെന്നപ്പോൾ മാന് ന്യൂജനായി. ഞങ്ങളുടെ കയ്യിലിരുന്ന ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിൻ്റെ മണം കണ്ടപ്പം ഇവർ പുല്ല് കഴിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ ഈ ബിസ്ക്കറ്റ് കുറേ ആയിട്ട് അങ്ങ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പണ്ട് എലിഫൻറ്റ് സഫാരി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൊറോണ കാരണം അവിടേക്ക് നിർത്തി വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലായിടത്തും അവിടുന്ന് കുറേ ദൂരം അങ്ങ് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറൊരു തൂക്കുപാലത്തിൽ കൂടെ കയറി അവിടെ ഇറങ്ങുമ്പോൾ കാവേരി റിവർ. അത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ സാധാരണ കാണുന്നതായിരിക്കും, പക്ഷേ ഇത് പിള്ളേർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരങ്ങൾ, അത് പാറക്കൂട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന നദി. കുറച്ചിടത്ത് അത് ശാന്തമായിട്ടിരിക്കുന്നു, പിന്നെ കുറേ അടുത്ത് ഇച്ചിരി ആഴം പോലെയൊക്കെ തോന്നി. എന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണെങ്കിൽ ആ കുഞ്ഞിനെ പിടിച്ച് വഴുക്കുള്ള ആ പാറയിൽ കൂടെയൊക്കെ പോയി. അപ്പോൾ എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. വലിയ ആഴം തോന്നാത്ത സ്ഥലത്ത് ഞങ്ങളവിടെ നിന്നു. പക്ഷേ കുഞ്ഞിന് അതിനകത്തെല്ലാം ഫ്ലാപ്പ് കാലിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് കുറേ പ്രാവശ്യമായിട്ട് തുടങ്ങിയിട്ട് അവന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ എന്തെടുത്തു, അവനെ അവിടെ ഇറക്കി ഇരുത്തി കഴിഞ്ഞപ്പോൾ അവനെല്ലാം ഫ്ലാപ്പ് ചെയ്തു. പിന്നെ കുറേ പേരെല്ലാം അവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫാമിലീസ് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കുളിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേര്. അപ്പം ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ഡ്രസ്സ് എല്ലാം കാറിൽ വെച്ചിട്ട് അങ്ങ് കുറേ ദൂരം നടന്നു. പിന്നെ തിരിച്ച് നടക്കാൻ നമ്മൾ നഗരത്തിൽ കുറേ മടിയന്മാരാണല്ലോ, അപ്പം തിരിച്ച് എടുക്കാനുള്ളൊരു സാധ്യത കുറവാണ്. മാത്രമല്ല അത് ഈവനിങ് ആയി തുടങ്ങിയിരുന്നു. അപ്പം നമുക്കത് എന്തായാലും തിരിച്ചു പോകണമെന്ന് വെച്ചാൽ സൂര്യൻ മങ്ങി തുടങ്ങി. അതും 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. സാധാരണ ഗൂഗിളിൽ 5 മണിയാണെങ്കിലും അവർ പറഞ്ഞു 6 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അത് കാരണം നമുക്കവിടെ തിരിച്ച് കുറേ ദൂരം നടക്കുമ്പോഴാണ് നമ്മൾ ഈ എൻട്രൻസിലെത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞിന് അതിൻ്റെ അകത്ത് കളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഫുൾ അവിടെ കുഞ്ഞ് സൈഡിലൊക്കെ മണ്ണ്, ഈ പൊടിമണ്ണും എല്ലാം കൂടെ അതിൻ്റെ ദേഹത്തൊക്കെ പറ്റി അങ്ങനെ അവനങ്ങ് ഭയങ്കരമായിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ അവനങ്ങ് റിലാക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ തിരിച്ച് നടന്ന് കയറി വന്നപ്പം ഈ മരമുള്ള ഇങ്ങനെ ആ വഴി കൂടെ തന്നെ കുറേ ദൂരം നടന്ന്. അപ്പോൾ ഒത്തിരി പല ടൈപ്പിലുള്ള മരങ്ങളുണ്ട്, പിന്നെ കിളികളുടെ നല്ല ശബ്ദങ്ങൾ. പക്ഷേ അവിടെ ഒരു സൈലൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാർ പോകണല്ലേ, അതിൻ്റെ ഒരു നിശബ്ദത, അതിനൊരു ഭയങ്കര മനോഹരമായ ഒരു എന്നാന്ന് വെച്ചാൽ നമുക്കൊരു എനർജി കിട്ടുന്ന ഒരു ഫീലിങ്. പിന്നെ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എന്താ പറയുക, തിരക്കെന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകത്തേ ഇല്ല. നമ്മൾ വേറെ ഏതോ ലോകത്ത് ഇരിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 day ട്രിപ്പ് വേണമെങ്കിൽ വന്നിട്ട് ബാംഗ്ലൂർ വേണേൽ തിരിച്ചു പോകാം. പിന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനായിട്ട് അതിൻ്റെ പരിസരത്തിന് ആവശ്യം പോലെ വെച്ചാൽ പലതും ചെറുതായിട്ടുള്ള ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം കാരണം പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പം നോക്കട്ടെ 1 or 2 ദിവസം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോയും ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.
അപ്പം ഇതിങ്ങനെ ഒരു എന്നുവെച്ചാൽ കുഞ്ഞു കുട്ടിക്കും അതിനാനും ഒരു ഓർമ്മ നിൽക്കുന്ന ഒരു വീക്കെൻഡും കൂടെ ഞങ്ങൾ സമ്മാനിച്ചു എന്ന് ഉള്ളൊരു കൃതാർത്ഥതയോടെ ഞങ്ങൾ ഏകദേശം അവിടെ നിന്നൊരു 5:30 കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളങ്ങ് ഇറങ്ങി. പക്ഷേ കുഞ്ഞിന് പിന്നെ ആ വെള്ളത്തിനകത്ത് കുറച്ചുകൂടി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫണ്ണി തിങ്ങി ഞങ്ങൾ പിന്നെ ഒരു തൂക്കുപാലത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ ബാഗിലൊരു കുഞ്ഞു കുസൃതിക്കുട്ടൻ കേട്ടോ, അവനെ ഇതിട്ട് അങ്ങോട്ടിട്ട് അനക്കിയിട്ട് അവൻ ഞങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന സീനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഗ്രീൻ സോണാണ് കേട്ടോ. ഇവിടെ കൊറോണ ഇല്ല, നമ്മൾ കൊറോണ ഉള്ളിടത്തുനിന്ന് വരുന്ന എല്ലാവരും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വരാൻ പറ്റും, ശാന്തമായിട്ടൊരു ദിവസം ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് ഇതുപോലെ ഇനി എൻജോയ് ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആയുഷ് തൽക്കാലം വിട വാങ്ങുന്നു.